ഞാനീ പറയുന്ന സംഭവം ഗൾഫിൽ വെച്ച് പ്ലാൻ ചെയ്ത ശേഷം നാട്ടിൽ വന്ന് നടപ്പാക്കിയ ഒരു റോബറിയുടെ കഥയാണ്. ഞാനന്ന് വളാഞ്ചേരി സർക്കിൾ ഇൻസ്പെക്ടറായിരുന്നു. എനിക്ക് തോന്നുന്നത് 2002-ലോ 2003-ലോ ആണെന്ന് തോന്നുന്നു. വൈകിട്ടൊരു ഈവനിങ് പെട്രോൾ നടത്തുന്ന പതിവുണ്ട്. ഈവനിങ് പെട്രോൾ നടത്തുമ്പോൾ പെട്ടെന്ന് വയർലെസ്സിൽ കൂടെ കുറ്റിപ്പുറം പോലീസിൻ്റെ ഒരു മെസ്സേജ് വന്നു. കുറ്റിപ്പുറം വളാഞ്ചേരി സർക്കിൾ ഇൻസ്പെക്ടറുടെ കീഴിലാണ് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ. മെസ്സേജ് പറഞ്ഞത് കുറ്റിപ്പുറത്തുള്ള ഒരു പലചരക്ക് കടയുടെ മുമ്പിൽ വെച്ച് കാറിൽ വന്ന 2 കാറുകളിലായിട്ട് വന്ന 3-4 പേര് കടയിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്ന ഒരാളിനെ കുത്തി മലർത്തിയ ശേഷം അയാളുടെ കയ്യിലിരുന്ന ബാഗും തട്ടിപ്പറിച്ച് രക്ഷപ്പെട്ടു എന്ന്. അപ്പം ഞാൻ വളാഞ്ചേരി ഭാഗത്താണ് അന്നേരം ഉണ്ടായിരുന്നത്. കുറ്റിപ്പുറം പോലീസ് ഈ കാറുകളെ പിന്തുടർന്ന് പോകുന്നുണ്ടെന്നും വയർലെസ്സിൽ പറയുന്നുണ്ട്. കാറുകൾ പോകുന്നത് നേരെ പൊന്നാനി ഭാഗത്തേക്കാണെന്നും പറഞ്ഞു. കുറ്റിപ്പുറത്ത് നിന്ന് പൊന്നാനി ഭാഗത്തേക്ക് പോകുമ്പോൾ പൊന്നാനി ഭാഗത്ത് നിന്നും വീണ്ടും തൃശ്ശൂർ, പൊന്നാനി മലപ്പുറം ജില്ലയാണ്. അതിൻ്റെ പൊന്നാനിയുടെ തെക്കേറ്റത്തൊരു പാലം കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂർ ജില്ലയാണ്. ചാവക്കാട് ഭാഗത്തേക്ക് കയറാം. അവിടെ ഒരു ടോളുണ്ട്. അപ്പോൾ ഏതായാലും അവിടെ വരെയും പോയില്ല എന്ന് തോന്നി. ഏതായാലും കുറ്റിപ്പുറം പോലീസ് അവരെ പിന്തുടർന്ന് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരു അംബാസഡർ കാറും ഒരു മാരുതി 800 കാറുമാണ്. അപ്പോൾ ഏതായാലും പോലീസ് ജീപ്പ്, പഴയ പോലീസ് ജീപ്പാണ്. എത്ര സ്പീഡിൽ ഓടിച്ചാലും അതിനോടൊപ്പം ചെല്ലില്ല എന്നൊരു വിശ്വാസമുണ്ട്. എങ്കിലും കുറ്റിപ്പുറം പോലീസ് പുറകിന് പോയിട്ടുണ്ട്. അതിൻ്റെ പുറകിന് ഞാനും സ്ഥലത്ത് വന്ന് അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോൾ അവിടെ മഞ്ചേരിയിൽ പഞ്ചാരയുടെ ഹോൾസെയിൽ നടത്തുന്നൊരു കടയുണ്ട്. ആ പഞ്ചാരയുടെ ഹോൾസെയിൽ നടത്തുന്ന കടയിൽ നിന്നും ഈ ചെറുകിട കച്ചവടക്കാർക്ക് അവർ വണ്ടിയിൽ പഞ്ചാര എത്തിച്ചു കൊടുക്കും. ചാക്ക് കണക്കിന് പഞ്ചാര എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കൽ അവരുടെ മാനേജർ കളക്ഷൻ ഏജൻ്റായിട്ട് പോയിട്ട് എല്ലാ പലചരക്ക് കടയിലും കയറി കൊടുത്ത പഞ്ചാരയുടെ കാശ് കളക്ട് ചെയ്ത് വരുന്നൊരു പതിവുണ്ട്. അങ്ങനെ കാശ് കളക്ട് ചെയ്ത് മഞ്ചേരിയിലെ ഹോൾസെയിൽ കച്ചവടക്കാരൻ്റെ ഏജൻറ്റ് കുറ്റിപ്പുറത്തെത്തി ഒരു പലചരക്കടയിൽ നിന്ന് കാശ് കളക്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് പെട്ടെന്ന് ഒരാൾ വന്ന് ഈ ബാഗിന് കയറി പിടിച്ചു. ഈ കളക്ഷൻ ഏജൻ്റ് തടഞ്ഞപ്പോഴത്തേക്ക് അടുത്ത് നിന്ന അയാളെ കുത്തിയപ്പോൾ അയാൾ പെട്ടെന്ന് റോഡിൽ വീണു. ഇവർ ഈ ബാഗ് എടുത്തുകൊണ്ട് ഒരു അംബാസഡർ കാർ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരുന്നു, ഒരു പച്ച മാരുതി കാർ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ആ 2 കാറിലായിട്ട്. അപ്പം മാരുതി അംബാസഡർ കാറിനകത്ത് വേറെയും 2-3 പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ 2 കാറുകൾ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ അവർ ഈ മാരുതി കാർ കയറി ഈ 2 പേരും ബാഗുമായിട്ട്. മറ്റൊരു 3 പേര് അംബാസഡർ കാർ. ആ 2 കാറുകളും പെട്ടെന്ന് തന്നെ പൊന്നാനി ഭാഗത്തേക്ക് വിട്ടുപോവുകയും ചെയ്തു. വിവരം ഫോൺ ചെയ്ത് അറിഞ്ഞ ഉടൻ തന്നെ കുറ്റിപ്പുറം പോലീസ് തന്നെ പുറകിന് പോയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ 2 കാറുകളും പോയി കഴിഞ്ഞ് ഒരു 5-8 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് കുറ്റിപ്പുറം പോലീസ് ജീപ്പിൽ പോകുന്നത്. എനിക്ക് തോന്നി എങ്ങനെയായാലും എത്തിപ്പെടാൻ പറ്റത്തില്ല അവർക്കൊപ്പം. എങ്കിലും ഞാനും സ്ഥലത്ത് വന്ന് അന്വേഷിച്ചതിന് ശേഷം ഞാനും ആ വണ്ടികളെ പിന്തുടർന്നു പോയി. ഞാൻ പൊന്നാനി ടോളിൻ്റെ അടുത്തേക്കാണ് ഞാൻ ആദ്യം പോയത്. പിന്തുടർന്ന വഴിയിലെങ്ങും കാറുകൾ 2 കണ്ടില്ല. പൊന്നാനി ടോളിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അങ്ങനെ ഒരു 2 കാറുകളും ആ ടോള് കടന്നു പോയിട്ടില്ല. കാര്യം പൊന്നാനി ടോള് കടന്നു പോയി കഴിഞ്ഞാൽ ഏതൊക്കെ കാറുകൾ പോകുന്നത് അവർക്കവിടെ കണക്കുണ്ട്. അപ്പം ടോള് കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് അതിന് അക്കൗണ്ടബിലിറ്റി ഉള്ളതുകൊണ്ട് ടോള് കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് ഏത് കാറ് പോയി എങ്ങനെ പോയി കാറിൻ്റെ നമ്പറൊക്കെ പിടിക്കാം. പക്ഷേ ഈ സംഭവം കണ്ടു നിന്നവരാരും കാറിൻ്റെ നമ്പർ നോട്ട് ചെയ്തിരുന്നില്ല.
ഒരു പച്ച മാരുതി കാറും ഒരു വെള്ള അംബാസഡർ കാറും എന്ന് മാത്രമേ അറിയാവൂ. ഞാൻ അതിൻ്റെ പുറകെ ചേസ് ചെയ്തെങ്കിൽ ഞാൻ ആദ്യം പോയത് ഈ ടൂളിലേക്ക് പൊന്നാനി ടൂളിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു കാര്യം ബോധ്യമായി, ടൂള് കടന്ന് ഈ കാർ അങ്ങോട്ട് പോയിട്ടില്ല. എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ തന്നെ എവിടെയോ കാറുണ്ട്. ടൂൾ കഴിഞ്ഞ് പാലം കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂർ ജില്ലയാണ്. പിന്നെ ആ ഭാഗത്തേക്ക് പോയ കാറുകൾ പോയ വഴികളിലൂടെ തിരയുക എന്നുള്ളതേ മാർഗമുള്ളൂ. പക്ഷെ ആ വഴികളിലൂടെ തിരഞ്ഞാൽ വരുന്ന ഒരു തകരാറ്, എല്ലാ റോഡുകളും അവസാനിക്കുന്ന കായലിൻ്റെ കരയിലാണ്, പൊന്നാനി കായലിൻ്റെ കരയിലാണ്. അപ്പോൾ ഒരു കാറിന് പോലും പൊന്നാനിക്കായൽ കടന്ന് അപ്പുറം പോകാൻ പറ്റത്തില്ല ടൂളിൽ കൂടെ അല്ലാതെ. അപ്പം അങ്ങനെ ടൂൾ കടന്ന് പോകാത്തിടത്തോളം മലപ്പുറം ജില്ലയിൽ തന്നെ എവിടെയോ ഉണ്ട്. ഏതായാലും പിന്നെ അതിനോടുള്ള അന്വേഷണമായി. അങ്ങനെ നോക്കുമ്പോൾ കായലിൻ്റെ കരയിൽ കുറ്റിക്കാടുകൾക്ക് നടുവിലായിട്ട് പച്ച മാരുതി കാർ കിടക്കുന്നുണ്ട്. അംബാസഡർ കാർ കാണാനുമില്ല. ആ കാർ പരിശോധിച്ചു. ആ കാർ പരിശോധിച്ചപ്പോൾ അതിനകത്ത് ഒരു വണ്ടിയുടെ ബുക്കും പേപ്പറിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് പേപ്പറുകൾ അതിൽ കിടപ്പുണ്ട്. വേറെ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നുമില്ല. എങ്കിലും ആ ഫോട്ടോസ്റ്റാറ്റ് പേപ്പറിനകത്ത് ആ കാറിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന ഒരു ഗുരുവായൂരുകാരൻ, ഒരു രാഘവൻ്റെ പേരാണ് ഉണ്ടായിരുന്നത്. രാഘവൻ്റെ അഡ്രസ്സുണ്ട് അതിൽ. ഞാൻ കുറ്റിപ്പുറത്തെ കിട്ടുന്ന പോലീസുകാരെയും കൂട്ടി നേരെ ഗുരുവായൂർ ഈ രാഘവൻ്റെ അഡ്രസ്സിലേക്ക് പോയി. കാരണം ഇത് പിന്നൊരിക്കലേക്ക് വെച്ചാൽ ചിലപ്പം കിട്ടിയെന്നിരിക്കത്തില്ല. കയ്യോടെ ചേസ് ചെയ്താൽ ചിലപ്പോൾ കിട്ടുമെന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. ഇതൊരു സന്ധ്യ കഴിഞ്ഞ സമയത്താണ് ഇത് നടക്കുന്നത്. രാത്രി 8 മണിക്ക് മുമ്പായിട്ട് തന്നെ ഈ സംഭവം നടക്കുന്നത്. രാത്രി 8 മണിക്ക് മുമ്പായിട്ട് തന്നെ കാറ് ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. കാറിൽ നിന്ന് ഫോട്ടോസ്റ്റാറ്റ് പേപ്പറും കിട്ടി. ആ ഫോട്ടോസ്റ്റാറ്റ് പേപ്പർ കൊണ്ട് നേരെ ഗുരുവായൂരിലേക്ക് പോയി. അപ്പോൾ സമയം 9 മണി 10 മണിയൊക്കെ ആവുന്നുണ്ടായിരുന്നു. രാഘവൻ്റെ വീട്ടിലെത്തിയപ്പം രാഘവൻ പറഞ്ഞു കാറിൻ്റേതായിരുന്നു, ശരിയാണ്, പക്ഷെ 1 വർഷം മുമ്പ് ഞാനത് വിറ്റു. വിജയൻ എന്ന് പറഞ്ഞൊരാൾക്ക് വിറ്റതാണ്. ഇപ്പം അത് എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ആ കാറിൻ്റെ ബാക്കിയുള്ള വേറെ വേർഡ്സ് ഒന്നും എനിക്കറിയത്തില്ല. അപ്പം രാഘവനോട് പറഞ്ഞൊരു കാര്യം ചെയ്യ്, ഈ വിജയൻ ഏതാ ഞങ്ങൾക്കറിയത്തില്ലല്ലോ, നിങ്ങൾ ജീപ്പ് കയറിക്കോ, ജീപ്പ് കയറിയിട്ട് ഈ വിജയൻ്റെ വീട് കാണിച്ചു തരാം. രാഘവനെ കൂട്ടി വിജയൻ്റെ വീട്ടിൽ ചെന്നപ്പം വിജയൻ പറഞ്ഞു, ഞാൻ കാറ് വാങ്ങിച്ചത് ശരിയാണ്, 2 മാസം മുമ്പ് ഞാൻ ആ കാറ് വിറ്റു. വേറെ ഷംസ് എന്ന് പറഞ്ഞ ഒരാളിനാണ് ആ കാർ വിറ്റത്. ഷംസ് ഇപ്പോൾ അത് വാങ്ങിച്ചിട്ട് റെൻ്റേ കാർ സർവീസ് നടത്തുകയാണ്. അപ്പോൾ ഷംസിനോട് ചോദിച്ചാൽ ഒരു പക്ഷേ എന്തെങ്കിലും അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ വിജയനോട് ഞാൻ പറയും, താൻ ജീപ്പ് കയറിക്കൂ, നമുക്ക് ഷംസിനെ കാണാം. അങ്ങനെ വിജയനെയും കൂട്ടി ഷംസിൻ്റെ വീട്ടിൽ ചെന്നു. ഷംസിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഷംസ് പറഞ്ഞു, ഞാൻ റെൻ്റേ കാർ നടത്തുന്ന ആളാണ്, റെൻ്റേ കാർ എൻ്റെ ഈ നിങ്ങൾ ഈ പറയുന്ന കാർ എൻ്റെ കൈവശമുണ്ട്, ഞാനത് ഇന്നലെ റെൻറ്റിന് കൊടുത്തു. ഹംസ എന്ന് പറയുന്ന ഒരാളാണ് റെൻറ്റിന് എടുത്തിരിക്കുന്നത്. ആ ഹംസ കാറും എടുത്തുകൊണ്ട് പോയി. പിന്നെ അതിനെ കാലിൽ കൂടുതലൊന്നും എനിക്ക് വിവരമില്ല. നിങ്ങളിവിടെ ജീപ്പ് കയറുക, ഹംസയെ കാണിച്ചു തരിക. ഹംസയുടെ വീട്ടിലെത്തിയപ്പോൾ ഹംസ പറഞ്ഞു, ഞാൻ റെൻ്റേ കാർ എടുത്തത് ശരിയാണ്, റെൻ്റേ കാർ എടുത്തത് എനിക്ക് വേണ്ടിയല്ല, എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ബഷീറിന് വേണ്ടിയിട്ട് എടുത്തതാണ് ആ കാർ. അപ്പം ഞാൻ ഹംസയോട് പറയുന്നത്, താനോട് ജീപ്പ് കയറി ബഷീറിൻ്റെ വീട് കാണിച്ച്. ഞങ്ങൾ ഈ പറയുന്ന പോലീസുകാരും ഈ ജീപ്പ് കയറ്റിയ ആൾക്കാരും എല്ലാമായിട്ട് ബഷീറിൻ്റെ വീട്ടിൽ ചെന്നു. ബഷീറിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ബഷീറിനെ ഞങ്ങൾ ഒന്നേ വിളിച്ചുള്ളൂ. പെട്ടെന്ന് തന്നെ ബഷീർ കഥ തുറന്ന് ഷർട്ട് വിട്ടുകൊണ്ട് ഞാൻ ഇറങ്ങി വന്നു. കാര്യം ബഷീർ ഇങ്ങനെ ഒരു വിളി പ്രതീക്ഷിച്ചതുപോലെയാണ്. അപ്പോൾ അയാളുടെ ഭാര്യ ഇറങ്ങി വന്നു. ഭാര്യ ഇറങ്ങി വന്നിട്ട് ഞങ്ങൾ വലിയ കുഴപ്പമൊന്നുമില്ല, പുള്ളിയോട് ഒരു സംശയം ചോദിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ട് പോവുകയാണ്. കാരണം ആ വീട് കണ്ടപ്പോൾ ഒരിക്കലും അയാൾ ഈ ഒരു പ്രവൃത്തി ചെയ്യുമെന്നൊരു തോന്നില്ല. ഒരു വലിയ വീട്, വളരെ വിശാലമായ മുറ്റം, 2 നിലയുള്ളൊരു വലിയ വീട്, നല്ല ഒരു കുടുംബം. ഒരിക്കലും അയാൾ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമെന്നൊരു വിശ്വാസമില്ല. പക്ഷേ അവസാനം ബഷീറിൻ്റെ കൈ വെച്ചാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നൊരു തോന്നൽ. അപ്പം ബഷീറിനോട് ചോദിക്കാതിരിക്കാൻ പറ്റില്ല. ഏതായാലും എല്ലാവരുമായിട്ട് ഞങ്ങൾ നേരെ അവസാനം വന്നിരിക്കുന്നത് ബഷീറിലാണല്ലോ. ബഷീറും ഈ മറ്റു 4 പേരുമായിട്ടില്ല, ആരാണ് യഥാർത്ഥ കുറ്റവാളി, ആരുടെ ഭാഗത്തു നിന്നാണ് തെറ്റുണ്ടായിരിക്കുന്നത് ഒന്നും അറിയത്തില്ല.
നേരെ വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഈ 4 പേര് ഓരോരുത്തരായിട്ട് മാറി ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഒരു കാര്യം വ്യക്തമായി. ഇന്നലെ വൈകിട്ട് അവസാനമായി ഈ കാറുണ്ടായിരുന്ന ബഷീറിൻ്റെ കയ്യിലാണ്. അപ്പോൾ ബഷീറല്ലാതെ മറ്റാരും അല്ല ഇതിനകത്ത് പങ്കാളി, ഇതിനകത്ത് യഥാർത്ഥ കുറ്റവാളി എന്ന് മനസ്സിലായി. അപ്പം മറ്റ് 3 പേർക്ക് ഉടൻ തന്നെ ഇതിൻ്റെ പുറകിന് തന്നെ അവരുടെ അയലത്തുകാരും നാട്ടുകാരും ഒക്കെ ഞങ്ങൾ പോയ പുറകിന് തന്നെ വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് ഈ ഗുരുവായൂർ ചാവക്കാട് ഭാഗത്ത് നിന്ന് ഞങ്ങളുടെ തൊട്ട് പുറകിന് തന്നെ വണ്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ മറ്റ് 3 പേരെയും ഈ വന്ന് അവരുടെ ബന്ധുക്കളെ ഏൽപ്പിച്ച് തിരിച്ചു പറഞ്ഞയച്ചു. ബഷീറിനെ മാത്രം അവിടെ നിർത്തി. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ബഷീറിനോട് ഞാൻ പറഞ്ഞു, താനാണ് ഇത് ചെയ്തിരിക്കുന്നതെന്നുള്ള നിഗമനത്തിനാണ് ഞങ്ങൾ നിൽക്കുന്നത്. തനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറയാം. യാതൊരു രീതിയിലും ബഷീർ ഏൽക്കുന്നില്ല. ബഷീറിനോട് പറഞ്ഞ് ഏൽക്കാതിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ കേസിൻ്റെ യഥാർത്ഥത്തിൽ ഉണ്ടായത് എന്താണെന്ന് പറയാമെങ്കിൽ അനുസരിച്ച് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക. അതല്ലാതെ നിങ്ങൾ കടുംപിടി പിടിച്ചിട്ട് നിന്നാൽ നിങ്ങൾ വെറുതെ ബുദ്ധിമുട്ടിലാവും, നിങ്ങൾ കഷ്ടപ്പാടാവും. നിങ്ങൾ ഒരു രീതിയിലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരുവിധ സഹായങ്ങളും നിങ്ങൾക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് സഹായിക്കാം എന്ന് പറഞ്ഞ് അയാളെ ഒരു സോപ്പിട്ടിട്ട് അവസാനം അയാൾ കുറ്റം സമ്മതിച്ചു. അയാൾ കുറ്റം സമ്മതിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇയാൾക്ക് ഗൾഫിൽ ജോലിയുള്ളതാണ്. ഇയാളുടെ ചേട്ടൻ ഗൾഫിലെ ആയുർവേദ ഡോക്ടർ എന്തോആണ്, വളരെ നല്ല നിലയിൽ കഴിയുന്നൊരു മനുഷ്യനാണ്. എല്ലാം ഈ വളരെ സമ്പന്നതയുടെ നടുവിൽ ജീവിക്കുന്ന ഒരാളാണ്. അത്യാവശ്യം സീരിയലിലൊക്കെ ഇയാൾ അഭിനയിക്കുന്നുണ്ട്. കാണാൻ സുമുഖനാണ്, സുന്ദരനാണ്. ഞങ്ങൾ ചെന്ന് വിളിക്കുമ്പോൾ ഇയാൾ ഇറങ്ങി വരുമ്പോൾ ഇയാളുടെ ഭാര്യയും ഒരു കുഞ്ഞും കൂടെ ഇറങ്ങി വരുന്നുണ്ട്. സുന്ദരിയായ ഭാര്യ, നല്ല കുടുംബക്കാർ, നല്ലൊരു കുട്ടി. കുഞ്ഞ് എന്താണെന്നറിയാൻ വയ്യാതെ അത് കണ്ണുമഴിച്ചിരിക്കുന്നുണ്ട്. ഇയാൾ ഞങ്ങൾ വിളിക്കുമ്പോൾ തന്നെ ഇറങ്ങി പോകുന്നതിൻ്റെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ. ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാര്യയും അമ്മയും, ഉമ്മയുണ്ട്. ഉമ്മ നല്ല സുന്ദരിയായ ഒരു പ്രായമായ ഒരു സ്ത്രീ, ഒരു വളരെ മുത്തശ്ശിയായ ഒരു സ്ത്രീ, അല്ല ഐശ്വര്യമുള്ള സ്ത്രീ. അപ്പോൾ അവരെല്ലാം ഇത് അറിഞ്ഞിട്ട് ഇയാൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഇയാൾക്ക് മനസ്സിലാവരുതല്ലോ എന്ന് കരുതിയാണ് വിളിച്ചുടൻ തന്നെ ഇയാളൊരു സീൻ ക്രിയേറ്റ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ കൂടെ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഭാര്യയ്ക്കിത് അറിയത്തില്ല, ഉമ്മയ്ക്കിത് അറിയത്തില്ല, കുഞ്ഞാണെങ്കിൽ കുഞ്ഞുമാണ്. അതുകൊണ്ടാണ് അയാൾ ഉടൻ തന്നെ കൂടെ ഇറങ്ങി വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ അവസാനം അയാൾ കുറ്റം സമ്മതിച്ചു. അവർ ഗൾഫിൽ ജോലി ഉണ്ടായിരുന്ന കാലത്ത് ഗൾഫിൽ അവർ 3-4 ഫ്രണ്ട്സ് ഒരുമിച്ചുണ്ടായിരുന്നു. അവരെല്ലാം ഈ ചാവക്കാട് ഭാഗത്ത് ആ ഭാഗങ്ങളിലൊക്കെ സെറ്റിലായിട്ടുള്ള ആൾക്കാരാണ്. അവരെല്ലാം നല്ല നിലയിൽ നല്ല സമ്പാദ്യമുള്ളവരുമാണ്. എന്നിട്ടും അവർ പ്ലാൻ ചെയ്തതാണ് നാട്ടിലെത്തിയിട്ട് ഏതെങ്കിലും ഒരു നല്ല റോബറിയോ മോഷണമോ നടത്തി കുറച്ച് കാശ് സമ്പാദിച്ച് അതുകൊണ്ട് ബിസിനസ് ചെയ്ത് വലിയ ആൾക്കാരാവണം. അതിന് കുറച്ച് പൈസ വേണം. ഗൾഫിൽ സമ്പാദിച്ച പൈസ ഒന്നിനും തികയില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ 4 പേരുടെ ഗൾഫിലിരുന്ന് ആലോചിച്ചുറച്ചിട്ടാണ് നാട്ടിലേക്ക് ഒരുമിച്ച് വന്നത്. അതിന് പിന്നെ പൈസയുള്ള ആരാന്ന് അവർ അന്വേഷിക്കുക. അപ്പോഴറിഞ്ഞത് ഇങ്ങനെ മഞ്ചേരിയിലെ പഞ്ചാര ഹോൾസെയിൽ കച്ചവടക്കാരൻ്റെ ഏജൻറ്റ് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം കാശ് പിരിക്കാൻ വേണ്ടി കടകളിൽ വരും. കടകളിൽ അങ്ങനെ വന്നാൽ ലക്ഷങ്ങൾ അയാളുടെ കയ്യിൽ, അയാളുടെ ബാഗിലുണ്ടാവും. ഇവർ ആ ബാഗ് പിടിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അതിനകത്ത് 7 ലക്ഷം രൂപയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ലക്ഷങ്ങൾ കിട്ടും. ആ ലക്ഷങ്ങൾ കൊണ്ട് വീതിച്ചെടുത്തിട്ട് എല്ലാവർക്കും നന്നാവാമെന്ന് കരുതിയിട്ടാണ് ഇവർ 4 പേരൂടെ അറേഞ്ച് ചെയ്ത്. അപ്പോൾ ഒരു കാറായാൽ ചിലപ്പം കാറിന് വലുവ് കുറയല്ലോ എന്ന് കരുതി ഒരു ടാക്സി കൂടെ അറേഞ്ച് ചെയ്തു. ആ ടാക്സി കൂടെ അറേഞ്ച് ചെയ്ത് ആ ടാക്സി ഡ്രൈവർ ഇവരുടെ കൂടെ കൂടി. അയാൾക്കൊരു നല്ല തുക കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ 5 പേരൂടാണ് ഈ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നത്. ഈ ബഷീറിനോട് ചോദിച്ചപ്പോൾ അയാൾ ബാക്കിയുള്ളവരുടെയൊക്കെ അഡ്രസ്സ് പറഞ്ഞു. ബഷീറിനെ നിർത്തിക്കൊണ്ട് തന്നെ ബാക്കിയുള്ള ആൾക്കാരെ അന്വേഷിച്ച് പോയപ്പോഴത്തേക്ക് ബഷീറിനെ പിടിച്ചറിഞ്ഞുകൊണ്ട്
എല്ലാവരും മുങ്ങിക്കളഞ്ഞു. ബഷീറിനോട് അവസാനം പൈസയുടെ കാര്യം ചോദിച്ചു. ബഷീർ അതിനകത്ത് വേറൊരു കാര്യമായ തെളിവുള്ളത്, ബഷീറിൻ്റെ ഭാര്യയും ഉമ്മയും ചോദിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, ബഷീർ തലേ ദിവസം വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരു ചുമന്ന ബാഗോ എയർ ബാഗുമായിട്ടാണ് പോയതെന്ന് പറഞ്ഞു. അയാളൊരു ചുമന്ന എയർ ബാഗുമായിട്ട് പോകേണ്ട കാര്യം സത്യത്തിലില്ല. പക്ഷേ അവരുടെ വീട് കാർപോർച്ച് കാർ കിടപ്പുണ്ട്. അയാൾ ആ കാർ എടുക്കാതെ റെൻ്റേ കാർ കൊണ്ടുവന്ന് ഒരു ചുമന്ന എയർ ബാഗുമായിട്ട് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ചുമന്ന എയർ ബാഗുമായിട്ട് അങ്ങനെ പോകണമെങ്കിൽ എന്തോ ഉദ്ദേശം ഉണ്ടാവണം എന്ന് ഞങ്ങൾ ഊഹിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥനായി ഞാൻ ഊഹിച്ചു. അപ്പോൾ ബഷീറിനോട് ചോദിച്ചു, ആ ചുമന്ന ബാഗ് എവിടെ? അവസാനം നിവൃത്തിയില്ലാതെ വന്നപ്പം ബഷീർ സമ്മതിച്ചു, ചുമന്ന എയർ ബാഗ് അയാളുടെ വീട്ടിൽ അയാളുടെ ചേട്ടൻ്റെ ഒരു കാറ് കിടപ്പുണ്ട്. ചേട്ടൻ്റെ കാറിൻ്റെ ഡിക്കിയിലിരിപ്പുണ്ട്. അതിനകത്ത് കിട്ടിയതിൽ പകുതി പൈസയും അതിനുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയിട്ട് ആ പകുതി പൈസയും എടുത്ത് ആ ബാഗും റിക്കവർ ചെയ്ത്, ഇതെല്ലാം ബഷീറിനെയും കൊണ്ട് പോയാണ്. ബഷീറിനെയും കൊണ്ട് പോയി റിക്കവർ ചെയ്യുന്ന സമയത്താണ് അയാളുടെ ഭാര്യയും ഉമ്മയൊക്കെ അറിയുന്നത്, ഇയാൾ ഇത്രയും വലിയൊരു കൊടും ക്രൂരത ആണല്ലോ കാണിച്ചിരിക്കുന്നത്. അപ്പോഴത്തേക്ക് ഈ കുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ മഞ്ചേരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഈ കളക്ഷൻ ഏജൻറ്റിൻ്റെ അവസ്ഥ ഗുരുതരമാണെന്നാണ് അറിഞ്ഞത്. അയാൾക്ക് എന്ത് സംഭവിക്കാം? മരണം സംഭവിച്ചാൽ ഈ 5 പേരും കൊലക്കേസിലെ പ്രതികളാണ്. അത് ഞാൻ ബഷീറിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഏതായാലും ഈ പൈസ എടുത്തുകൊണ്ട് വന്ന് പൈസ എണ്ണി തിട്ടപ്പെടുത്തി അയാളുടെ മുന്നിൽ വെച്ച് തന്നെ, അയാളുടെ ഉമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ, അയാളുടെ ഭാര്യയുടെ മുന്നിൽ വെച്ച് തന്നെ പൈസയൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി മഹസർ തയ്യാറാക്കി കോടതിയിൽ കൊടുത്ത പൈസയും മഹസറും കോടതിയിൽ കൊടുത്തു. അപ്പോൾ ഈ ഉമ്മയ്ക്കോ ഭാര്യയ്ക്കോ ഞങ്ങൾ ഒരിക്കലും കുറ്റം പറയാൻ കഴിയത്തില്ല. കാര്യം ആദ്യം അവർ ഞങ്ങളോട് ഭയങ്കര എതിർപ്പായിരുന്നു. കാര്യം പോലീസ് ആവശ്യമില്ലാതെ അനധികൃതമായി വീട്ടിൽ കയറി ഒരാളെ പിടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ കാറിൻ്റെ ഡിക്കിയിൽ നിന്ന് ഈ ചുമന്ന ബാഗ് എടുക്കുകയും ചുവന്ന ബാഗ് അയാളുടേതാണെന്ന് ഭാര്യയ്ക്കും ഉമ്മയ്ക്കും അറിയുകയും ആ ബാഗിൽ പൈസ കാണുകയും ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി അവരുടെ മകൻ ഒരു കുറ്റവാളിയാണ്. അങ്ങനെ ഒരു സാഹചര്യമില്ലാത്ത, ഒരു കുറ്റവാളിയാകേണ്ട സാഹചര്യമില്ലാത്ത ഒരാളാണ്. ആ സാഹചര്യം ഇല്ലെങ്കിൽ പോലും മകൻ കുറ്റം ചെയ്തെന്നും കുറ്റവാളിയാണെന്ന് അമ്മയ്ക്കും ഭർത്താവ് കുറ്റവാളിയാണെന്ന് ഭാര്യയ്ക്കും ബോധ്യമായി. തുടർന്ന് ഇയാളെ ബഷീറിനെ കോടതിയിൽ ഹാജരാക്കി. കോടതിയിൽ നിന്ന് അയാളെ റിമാൻഡ് ചെയ്തു, ഈ ഇതൊക്കെ കൊടുത്തു. ബാക്കിയുള്ള 4 പ്രതികൾ ഒളിവിൽ പോയി. 4 പ്രതികൾ ഒളിവിൽ പോയതിനകത്ത് വളരെ തുടർച്ചയായിട്ട് അന്വേഷിച്ചിട്ട് ഞാൻ അവിടെ ട്രാൻസ്ഫർ ആകുന്നവരെ എനിക്ക് 3 പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞതേയില്ല. അതിൽ ഒരു പ്രതി പിന്നീട് ഒരു മർഡർ കേസിൽ പെടുകയായിരുന്നു. കാരണം ഈ ടാക്സി ഡ്രൈവർ എന്ന് പറയുന്ന റഹീം എന്ന് പറയുന്ന ഒരാളാണ് ടാക്സി ഡ്രൈവർ. അയാൾ ഒരു മനയൂരുള്ള ഒരു വീട്ടിൽ സ്ഥിരമായി ടാക്സി ഓട്ടത്തിന് പോകുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെ പോലീസ് അന്വേഷിക്കുന്ന അറിഞ്ഞിട്ട് റഹീം നേരെ ഇവിടുന്ന് ബോംബെക്ക് വണ്ടി കയറി. ബോംബെയിൽ വണ്ടി കയറി അയാൾ ബോംബെയിൽ 1 ആഴ്ച 2 ആഴ്ചയൊക്കെ ചുറ്റിക്കറങ്ങിയതിന് ശേഷം അയാൾ തിരിച്ച് നാട്ടിലേക്ക് വന്നു. അയാൾക്ക് അവിടെ നിൽക്കാൻ കഴിയുന്നില്ല. ഈ കുറ്റബോധവും ഈ ചെയ്ത ക്രൂരതയൊക്കെ അയാളെ വല്ലാതെ വേട്ടയാടിയപ്പോൾ അയാൾ തിരിച്ച് നാട്ടിലേക്ക് തന്നെ വന്നു. നാട്ടിലേക്ക് തന്നെ വന്നപ്പോൾ അയാൾ ഒരു മനയൂരുകാരനാണ്. ആ ടാക്സി ഡ്രൈവർ അയാൾ 5ാം പ്രതിയാണ്. അയാൾ ഒരു മനയൂർ അയാൾ സ്ഥിരമായിട്ട് ഓട്ടം പോകുന്ന ഒരു വീട്ടിൽ സഹായത്തിന് വേണ്ടി അയാൾ വിളിച്ചപേക്ഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇനി മേലെ ഞങ്ങളുടെ വീട്ടിൽ വരരുതെന്ന് പറഞ്ഞു. അപ്പോൾ മേലെ ഞങ്ങളുടെ വീട്ടിൽ വരരുതെന്ന് പറഞ്ഞപ്പോൾ അയാൾക്കതൊരു ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി. അത്ര സ്വാധീനവും അത്ര അടുപ്പമുള്ളൊരു വീടാണത്. അയാൾ അവസാനം തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് അയാൾ നേരത്തെ ഒരു കത്തി എന്തോ വാങ്ങിച്ച് കൈവച്ചിരുന്നു. കത്തിയായിട്ട് രാത്രി ഈ വീട്ടിൽ വന്നിട്ട് വീട് തുറന്ന് അയാളെ വീടിനകത്ത് കയറി. ഈ അയാളെ തള്ളിപ്പറഞ്ഞ ആ വീട്ടിൽ അയാൾ ആ വീട്ടിൽ വന്നിട്ട് ഈ ഒച്ചയും മേളമൊക്കെ കേട്ടിട്ടുണ്ട്. മുകളിൽ നിന്ന് ആ വീട്ടിലെ ഗ്രഹനാഥയായ സ്ത്രീ ഇറങ്ങി വന്നു. ഉടൻ തന്നെ അയാൾ അവിടെ ഇരുന്ന ഒരു ഇരുമ്പ് പൊടി എടുത്ത് ആ സ്ത്രീയുടെ തലയ്ക്കടിച്ചു. ആ സ്ത്രീ ഉരുണ്ട് വീണ് മരിച്ചു. ഉടനെ അവരുടെ ഭർത്താവ് ഇറങ്ങി വന്നു. ഭർത്താവ് ഒരിച്ചിരി സെൻസ് കുറഞ്ഞ ഒരാളാണ്.
അയാളുടെ തലയ്ക്ക് അടിച്ചു, അയാൾ ഉരുട്ട് വീണ് മരിച്ചു. കുട്ടി കരഞ്ഞുകൊണ്ട് വന്നു, കുട്ടിയെ അടിച്ചു, കുട്ടിയും വിട്ടുകൊണ്ട് വീണ് മരിച്ചു. അയാളുടെ അമ്മ ഇറങ്ങി വന്നു, അമ്മയെ അടിച്ച് അമ്മ ബോധം കിട്ടി, അമ്മയെ പിന്നീട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, പിന്നെ ഹോസ്പിറ്റലിൽ കിടന്ന് അവരും മരിച്ചു. ഇയാൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഇയാൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് ബോധമില്ലാതെ കിടക്കുന്ന അറിഞ്ഞുകൊണ്ടാണ് അടുത്ത ദിവസം പോലീസ് വന്നപ്പോഴാണ് ഇയാൾ കൈമുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു, അമ്മ തലക്കടിയേറ്റ് ബോധരഹിതയായി കിടക്കുന്നു, മറ്റു 3 പേരും മരിച്ച അവസ്ഥയിൽ അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയത്. അയാളെ പിന്നീട് ആ കൊലപാതക കേസ് റിമാൻഡ് ചെയ്തു. ആ കൊലപാതക കേസിൽ റിമാൻഡ് ചെയ്തിരിക്കുന്ന സമയത്ത് അയാളെ ഞാൻ കസ്റ്റഡി വാങ്ങിച്ച് ചോദ്യം ചെയ്യുകയും ഈ കേസിലേക്ക് കൂടെ അയാളെ അറസ്റ്റ് കാണിച്ച് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. ബാക്കിയുള്ള 3 പ്രതികളെ ഞാൻ അവിടുന്ന് പോരുവോളവും എനിക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. എങ്കിലും ഈ കുത്തുകൊണ്ട ആ കളക്ഷൻ ഏജൻറ്റ് സുഖം പ്രാപിക്കുകയും വലിയ കുഴപ്പമില്ലാതെ തന്നെ രക്ഷപ്പെടുകയും ചെയ്തു. ആ കേസിൻ്റെ വിസ്താരത്തിൽ അവരെയൊക്കെ പ്രതികളെ ശിക്ഷിച്ചതായിട്ടാണ് അറിഞ്ഞത്. അപ്പോൾ അതിലത്തെ ഈ മരിച്ചു കിടക്കുന്ന സ്ത്രീയുടെ കൂട്ടുകാരിയായ സ്ത്രീയോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഭർത്താവ് എപ്പോഴും ഈ ഭാര്യയോട് ദേഷ്യപ്പെടുമായിരുന്നു. ഭാര്യയോട് ദേഷ്യപ്പെടുന്ന എല്ലാം അയാൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അയാൾ ആവശ്യപ്പെടുന്നത്. അയാൾക്കെപ്പോഴും ഭാര്യയുമായിട്ട് ശാരീരികമായി ബന്ധപ്പെടണം. ആ ശാരീരികമായി ബന്ധപ്പെടാൻ ഭാര്യ എതിർപ്പ് പ്രകടിപ്പിച്ച അപ്പം തന്നെ അയാളുടെ മുഖം ക്രൂരമായി, അയാൾ ഒരുമാതിരി വയലൻ്റ് ആവുക.